പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയാണ് തന്നെ CPI-യിൽ നിന്നും പുറത്താക്കിയതെന്ന് നാട്ടിക MLA CC മുകുന്ദൻ ഒറ്റ തിരിഞ്ഞാക്രമിച്ച് പുറത്താക്കുകയായിരുന്നു. പുറത്താക്കുന്നതിന് മുൻപേ തന്നെ ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞു. താൻ വർഗവഞ്ചകനാണോ എന്ന കാര്യം ജനങ്ങൾ പറയുമെന്നും CC മുകുന്ദൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഈ വാർത്ത കേട്ടാൽ തന്നെ അറിയാലോ, പിന്നിലും മുമ്പിൽ നിന്ന് കുത്തിയെന്നൊക്കെ അറിയാലോ. ഇനി കുത്തിക്കൊണ്ടിരിക്കുന്ന തർക്കമല്ലല്ലോ. അപ്പം നിങ്ങളുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ അറിയാം ആരാണ് ഇതിൻ്റെ ആളെന്നുള്ളത് മനസ്സിലായല്ലോ. ഇവരൊക്കെ സംരക്ഷിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഞാൻ രാവും പകലും ഇല്ലാതെ സംരക്ഷിച്ച ഈ പാർട്ടിനത് അത് ഇവർ പറയുന്നത് എന്നു പറയാം. വല്ല എനിക്ക് കേട്ടപ്പോൾ നാണക്കേട് തോന്നി ഇവർ പറഞ്ഞു കേട്ടപ്പോൾ. അത്രേ ഉള്ളൂ. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് മുകുന്ദനെ പുറത്താക്കിയത്. വിശദാംശങ്ങളുമായി ലെവിൻ K. വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മുകുന്ദൻ വലിയ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തുകയും പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നു എന്ന് പറയുകയും ചെയ്തത്. അതിനു പിന്നാലെ ഇപ്പോൾ മുകുന്ദനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഈ ഒരു വിവരം അറിഞ്ഞപ്പോഴുള്ള CC മുകുന്ദന്റെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു? സ്വാതി, മുകുന്ദൻ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ നടപടി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം നമ്മളോട് പറഞ്ഞതും ഏതായാലും CPI-യുടെ തീരുമാനമാണ് അതിവേഗത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഇന്നലെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് മുകുന്ദനെ സർവ്വതലത്തിലും കേൾക്കും, പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം പറയും, അത് പാർട്ടി കേൾക്കുമെന്നുള്ള വാക്കുകൾ ബിനോയ് വിശ്വത്തിൻ്റെതായിട്ട് നമ്മൾ കേട്ടതാണ്. അക്കാര്യം പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുന്നതിനകമാണ് മുകുന്ദനെ പുറത്താക്കുന്നത്. ഇന്ന് നടന്ന CPI ജില്ലാ കൗൺസിലിലും എക്സിക്യൂട്ടീവിലും അതിരൂക്ഷമായ വിമർശനമാണ്. മുകുന്ദനെ വെച്ചു പൊറുപ്പിക്കാനാകില്ല എന്നുള്ള നിലയിലുള്ള കടുത്ത വിമർശനമാണ് ഈ കമ്മിറ്റികളിൽ ഉയർന്നു കേട്ടത്. ഇതിന് പിന്നാലെ തന്നെ ജില്ലയിലെ നേതാക്കളുടെ പൊതുവികാരം എന്നുള്ള നിലയിൽ കണക്കിലെടുത്തുകൊണ്ടാണ് അടിയന്തര തീരുമാനമെടുക്കാൻ സംസ്ഥാന സമിതിയുടെ ഭാഗമായി പങ്കെടുത്ത നേതാക്കൾ മന്ത്രി K. രാജനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ മന്ത്രി VS സുനിൽകുമാറും അടക്കമുള്ള ആളുകൾ ചേർന്ന ആ തീരുമാനം പാർട്ടി കമ്മിറ്റികൾക്ക് വിടുന്നത്. അതനുസരിച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ നാട്ടിക മണ്ഡലം കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും DC യോഗം പൂർത്തീകരിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ വൈകിട്ട് 6 മണിയോടുകൂടി അടിയന്തരമായി നാട്ടിക മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്ന് മുകുന്ദനെ പുറത്താക്കിയതായി തീരുമാനം എടുക്കുകയും അത് സംബന്ധിച്ച വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയുമായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉയർന്ന വിമർശനം മുകുന്ദൻ പാർട്ടി വർഗവഞ്ചകനാണെന്നും പാർട്ടിയെ ചതിച്ചെന്നും വളർത്തി വലുതാക്കിയ പാർട്ടിയെ മറന്ന് നേതാക്കൾക്കെതിരെയും പാർട്ടിക്കെതിരെയും അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രതികരണങ്ങൾ നടത്തിയത് പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് അടക്കമുള്ള കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ തന്നെയാണ് വേഗത്തിൽ മുകുന്ദനെതിരായ നടപടി ഉണ്ടായിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപ് മുകുന്ദനെ നമ്മൾ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ നടപടി പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന് തന്നെയുള്ള പ്രതികരണമാണ് നടത്തിയത്. തന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയാണ് പുറത്താക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രതികരണം. ഈ നടപടി പ്രതീക്ഷിക്കുന്നതിനൊപ്പം തനിക്കെതിരെ മുന്നോട്ട് പോകാൻ ഭയമില്ല. തനിക്കെതിരെ സംസാരിക്കുന്ന നേതാക്കൾ എവിടെ പ്രസംഗിക്കുന്നോ അവിടെ എത്തി ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കും. പാർട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയല്ല, സത്യവിരുദ്ധമായ കാര്യങ്ങളാണ്. താൻ വർഗവഞ്ചകനാണോ എന്ന കാര്യം ജനങ്ങൾ പറയും. എന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയേണ്ടത് പാർട്ടിയല്ല, ജനങ്ങളാണ്. ഒറ്റതിരിഞ്ഞ് തന്നെ ആക്രമിച്ച് പുറത്താക്കുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. വരും ദിവസങ്ങളിൽ നേതാക്കൾക്കും പാർട്ടികൾക്കുമെതിരെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും പറയുന്നു. സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ആര് പിന്തുണച്ചാലും അത് സ്വീകരിക്കും. അത് കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെന്നോ വ്യത്യാസമില്ല. താൻ പിന്തുണയ്ക്കുന്നത് തന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ശരി ലെവിൻ, എന്തായാലും CC മുകുന്ദനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.